ഹലോ ഗൈസ്, ഇയാളെ കണ്ടോ? ഡക്കല്ല, അതിനരുവത്തേക്കുന്ന ക്യൂട്ട് മനുഷ്യൻ. ഈ പുള്ളി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അന്ന് തുടങ്ങിയതാണ് ഈ കവായി സ്റ്റിക്കേഴ്സിനുള്ള ക്യൂട്ട് ആത്മബന്ധം. ലാസ്റ്റ് ഒരു പോളിട്ടപ്പം കൂടുതൽ ആൾ സജസ്റ്റ് ചെയ്തതും ഈ കവായി സ്റ്റിക്കേഴ്സ് മേക്കിംഗ് തന്നെയാണ്. ഈ കവായി സ്റ്റിക്കർ മേക്കിംഗ് ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ. അപ്പോൾ എൻ്റെ വക ഇരിക്കട്ടെ ഒന്ന്. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നു. 100K എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും നടക്കുമായിരിക്കും. അതുപോലെ ലാസ്റ്റ് വീഡിയോക്ക് ഒരു 5K വ്യൂസ് ഒക്കെ കിട്ടിയേ. ഇതൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നവരോട് അത്യാവശ്യം ടൈം എഫേർട്ടൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഒരു വലിയ കാര്യമാണ്. നമ്മുടെ എഫേർട്ടിന് റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷവും നമുക്കത് വലിയ സംഭവമായിരിക്കും. ചെറിയ ചെറിയ കാര്യത്തിന് സങ്കടപ്പെടുന്ന എന്നെപ്പോലത്തെ ആൾക്കാർ ചെറിയ ചെറിയ കാര്യത്തിന് സന്തോഷിക്കാനും പഠിക്കണ്ടേ? വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് തെന്നി മാറിയല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കവായി സ്റ്റിക്കേഴ്സ് മേക്കിംഗ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. സ്കൂളിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കവായി സ്റ്റിക്കേഴ്സ് വാങ്ങിക്കലൊരു ചിലവാണല്ലോ. അതുകൊണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വലിയ പണിയൊന്നുമില്ലടോ. പിൻട്രസ്റ്റിൽ കയറിയിട്ട് കവായി സ്റ്റിക്കേഴ്സിന് സെർച്ച് ചെയ്താൽ കുറച്ച് ക്യൂട്ട് ഐറ്റംസിൻ്റെ ഫോട്ടോ വരും. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതങ്ങനെ തന്നെ വരക്കാം. ഇനിയിപ്പോൾ നമുക്ക് വരക്കാൻ കഴിവില്ല എന്ന് പറയുന്ന ടീംസ് ഉണ്ടെങ്കിൽ ഇതിന് വലിയ കഴിവൊന്നും വേണ്ട. ലൈറ്റായിട്ടൊന്ന് വരച്ചിട്ട് ഒരു ബ്ലാക്ക് ഇങ്ങനെ കൊണ്ട് ഔട്ട്ലൈനും കൊടുത്ത് കുറച്ച് ക്യൂട്ട് കളേഴ്സായ പിങ്ക്, യെല്ലോ, ബ്രൗൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നല്ല ക്യൂട്ടായിട്ട് വരും. കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യുമ്പോൾ ബോറടിക്കുകയില്ല. ലാസ്റ്റ് ടൈം ഞാൻ എജമാക്സിൽ പോയപ്പോൾ ഈ കവായി സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ നോക്കിയതിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ നോക്കിയതിന് കൊടുക്കത്തെ വിലയിനും. അതുകൊണ്ടാണ് ഈ സ്റ്റിക്കേഴ്സ് വീട്ടിലുണ്ടാക്കാമെന്നുള്ള ഐഡിയ എൻ്റെ മനസ്സിലാവുന്നത്. പിന്നെ ഈ യൂട്യൂബ് ഒരു മനസ്സറിയന്ത്രമായതുകൊണ്ട് തന്നെ യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എൻ്റെ ഫീൽഡിൽ വരുന്നത് കവായി സ്റ്റിക്കേഴ്സ് മേക്കിങ്ങിന്. അതിനെനിക്ക് യൂട്യൂബ് മാമിനോട് നന്ദിയുണ്ട് കേട്ടോ. എന്നെപ്പോലത്തെ പഠിച്ചുകളാണെങ്കിൽ ഈ തപ്പൽ തന്നെ ഒരു പണിയാണ്. അങ്ങനെ നമ്മൾ ആ കവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈറ്റികളൊന്ന് സ്റ്റിക്കറാക്കി എടുക്കാനുള്ള പരിപാടിയേ ഉള്ളൂ. അതിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് എടുത്തിട്ട് ഈറ്റിങ്ങളെ മേലേ അങ്ങ് ഒട്ടിക്കാം. ഇനിയാണ് ഈ പരിപാടിയിലെ മടുപ്പിക്കുന്ന ചടങ്ങ്. ഇതിനൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അനുഭവം കൊണ്ട് പറയുന്നത്, അത്യാവശ്യം നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന ട്രാൻസിഷൻ പോലെയല്ല, അത്യാവശ്യം നല്ലോണം മടുപ്പിക്കുന്ന ഒരു ചടങ്ങാണത്. ഇനി ഒരു ചെറിയ പരിപാടി കൂടിയുണ്ട്. ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് എടുത്തിട്ട് ഒട്ടിക്കാം. പിന്നെ ഈ മെനക്കാടിൻ്റെ ഒക്കെ വിഷമം മാറി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോഴാണ് അതൊക്കെ നല്ല സാറ്റിസ്ഫൈങ്ങിന്. അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് വേഗം പോയി ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇതുപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ കമൻസും അറിയിക്കണേ. ബൈ.